സ്വർണം പൂശിയവ വീണ്ടും മിനുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ചോദ്യം പ്രശാന്തിന് ഇതിലുള്ള പങ്കാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം എന്ന് മാത്രമേ ഉള്ളൂ എന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. ഇപ്പോൾ എ പത്മകുമാർ നേരിട്ട് പോറ്റിയുമായി ഗൂഢാലോചന നടത്തിയ കാര്യമാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്, പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുന്നത്. അതുപോലെ ശ്രീ രാഹുൽ ഈശ്വർ, പ്രശാന്തും പോറ്റിയുമായുള്ള ബന്ധവും പുറത്തു വരുമല്ലോ അല്ലേ? അതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്തിന് പ്രശാന്ത് തിടുക്കപ്പെട്ട് 24-25 കാലഘട്ടത്തിൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഈ ധൃതി കാണിച്ച് ഈ പാളികൾ അവിടെ നിന്ന് കൊണ്ടുപോകുവാനായിട്ടുള്ള നിർദ്ദേശം നൽകിയെന്ന്. അപ്പോൾ പത്മകുമാർ ചെയ്ത അതേ കാര്യം, പത്മകുമാർ അവിടുത്തെ തങ്കം തട്ടിയെടുത്ത് അത് കോപ്പറാക്കി മാറ്റുകയാണോ എങ്കിൽ ഈ പൂശിയ സ്വർണത്തിന് തെളിമ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് 2019 കാര്യങ്ങൾ മറച്ചു വയ്ക്കുവാൻ പ്രശാന്തും ശ്രമിച്ചു. അപ്പോൾ ശബരിമലയിൽ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ത്രിമൂർത്തികളിൽ 2 പേരെ അകത്തായിട്ടുള്ളൂ. 2025 ഈ പാളികൾ കൊടുത്തുവിട്ടത് 2019 കള്ളം മറയ്ക്കാൻ വേണ്ടിയാണ് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു ഒബ്സർവേഷൻ തന്നെ വന്നിട്ടുണ്ട്. എന്തായാലും കോടതി പറയട്ടെ, പറഞ്ഞു കഴിഞ്ഞ് വേണം നമുക്ക് അതറിയാൻ. ഏറ്റവും വേദനാജനകരമാണ്. കാര്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 2 പ്രസിഡന്റുമാർ, രണ്ടുപേരും വേറെ വേറെ പദവിയിലിരുന്ന സംഭവത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണെങ്കിലും 2 പ്രസിഡന്റുമാരും CPM-ന്റെ 2 മുതിർന്ന ആൾക്കാരുമാണ്, അല്ലെങ്കിൽ CPM-നോട് ബന്ധപ്പെട്ട 2 മുതിർന്ന നേതാക്കളുമാണ് അറസ്റ്റിലായത്. വളരെ വിഷമമുണ്ട് പത്മകുമാർ സാറിന്റെ അറസ്റ്റിൽ. പക്ഷേ അയ്യപ്പന്റെ സ്വർണം കട്ട വിഷയത്തിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയില്ല. ആ അർത്ഥത്തിൽ അദ്ദേഹം ഈ പ്രായത്തിൽ വളരെ മുതിർന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം ഈ പ്രായത്തിലെങ്കിലും അദ്ദേഹത്തിന് ഒരു തിരിച്ചറിവുണ്ടാകണം, സമസ്താപരാധം പറയണം. അത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. എന്തായാലും ഞങ്ങളടക്കം ഒരുപാട് പേർ ആദ്യം മുതലേ വളരെ വ്യക്തിപരമായി അദ്ദേഹത്തെ ഇഷ്ടപ്പെടുമ്പോഴും അല്ലെങ്കിൽ പരിചയമുള്ളപ്പോഴും തന്നെ ഈ രീതിയിലൊരു നിലപാടും എടുക്കേണ്ടി വരുന്നത് ഒരു സ്വാഭാവിക നീതിയാണ്. കാര്യം നാച്ചുറലാണ്, അതിനെ തടയാൻ കഴിയില്ല. നമുക്ക് എല്ലാം അറിയാമായിരുന്നു ഇദ്ദേഹത്തിലേക്ക് അന്വേഷണം വരണമെന്ന്. 39 ദിവസത്തോളം ആ സ്വർണം എവിടെ പോയി, ചെന്നൈയിൽ എത്തിയോ എന്ന് അന്വേഷിക്കാതിരിക്കുന്ന, സ്വർണത്തെ ചെമ്പാക്കി മാറ്റുന്ന ജാലവിദ്യയുള്ള ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഇറ്റ് മാറ്റർ ഓഫ് വെൻ എന്ന് മാത്രമാണ് നമുക്കെല്ലാം അറിയുന്നത്. അതായത് എന്തെങ്കിലും ഈ അറസ്റ്റ് ഉണ്ടാവും. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ സ്വർണ്ണ വാതിലുണ്ടല്ലോ, അത് സ്വർണം പൂശി 2019 തിരിച്ചു കൊണ്ടുവരുമ്പോൾ, പുതിയ വാതിൽ പണിത് തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഒരാഴ്ചയിലേറെ എടുത്തു. 3-ാം തീയതി ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട് 11-ാം തീയതിയാണ് സന്നിധാനത്ത് എത്തിച്ചത്. അതിന് ഇടയ്ക്ക് പലയിടത്തും ഇത് പൂജയ്ക്ക് വെച്ചു, ചില വീടുകളിൽ, ജയറാമിൻ്റെ വീട്ടിൽ ഒക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഒരു പൂജയിൽ ഈ പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പങ്കെടുത്തുവെന്ന് ഹൈക്കോടതിയുടെ കഴിഞ്ഞ ഉത്തരവിലെ ആ പരാമർശം കണ്ടപ്പോഴേ തോന്നി പത്മകുമാറിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന്. അപ്പോൾ പത്മകുമാറിന് അറിയായിരുന്നു ഇത് ആനയിച്ചുകൊണ്ട് ചെന്നൈയിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട് എന്ന്. അപ്പോൾ ഹൈക്കോടതി ചോദിച്ച ഒരു ചോദ്യമുണ്ട്, യഥാർത്ഥ വാതിൽ എവിടെ, ആരുടെ അടുത്ത് ആ വാതിൽ ഉണ്ട് എന്നുള്ളതാണ്. ഒരു വാതിൽ അനാഥമായിട്ട് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു, അതിപ്പോൾ എടുത്ത് സ്ട്രോങ് റൂമിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണാതായിരിക്കുന്നത് 2.5 കിലോ തങ്കമാണ്. ആ 2.5 കിലോ വാതിലുള്ള 2.5 കിലോ, പിന്നെ ദ്വാരപാല ശില്പങ്ങളിലുള്ള 1.5, ബാക്കി എത്രമാത്രം നഷ്ടമായി നമുക്ക് അറിയില്ല. അപ്പോൾ ശബരിമലയുടെ ചരിത്രത്തിൽ ഇങ്ങനൊരു കൊള്ള ഈ രീതിയിൽ നടന്നിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും കേരളത്തിലെ ദേവസ്വം ബോർഡുകളുടെ ക്ഷേത്രത്തിൽ പോലും നടന്നിട്ടുണ്ടെന്ന്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അറസ്റ്റിലാകുന്നത്. ഇനി കൂടുതൽ അന്വേഷണം വരണം, കൂടുതൽ സത്യങ്ങൾ പുറത്തു വരണം. ഈ കാര്യത്തിൽ ഒരു കാരണവശാലും രാഷ്ട്രീയപരമായോ മറ്റു പരിഗണന കാണരുത്. മുഖം നോക്കാതെ നടപടിയെടുക്കണം. ഹൈക്കോടതിയിലുള്ള വിശ്വാസം വർദ്ധിക്കുകയാണ്. ഹൈക്കോടതി ജസ്റ്റിസ് രാജാ വിജയരാഘവനിലും ജസ്റ്റിസ് ജയകുമാറിനും ഒക്കെയുള്ള വിശ്വാസവും ഈ SIT-യിലുള്ള വിശ്വാസവും വർദ്ധിക്കുകയാണ്. വിശ്വാസികൾ തീർച്ചയായിട്ടും ആശ്വാസത്തോടെയാണ് ഇത്തരം കാര്യങ്ങൾ കാണുന്നത്. കാര്യം അയ്യപ്പന്റെ സ്വർണം കട്ടവരോട് അവർക്ക് ഒരു കാരണവശാലും ക്ഷമിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഹൈക്കോടതിയുടെ, മാധ്യമങ്ങളുടെ, പൊതുസമൂഹത്തിന്റെ എല്ലാം ഇടപെടലിലാണ് ഈ മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത്. ഇനിയും കൂടുതൽ ശക്തമായി ആരൊക്കെ അതിൽ ഉപ്പ് നിന്നവൻ ആരൊക്കെയാണെങ്കിലും ഒരു വെള്ളം കുടിക്കണം. കൂടുതൽ നടപടികൾ ഈ വിഷയത്തിൽ ഉണ്ടാകണം. ഇതിന്റെ സത്യങ്ങൾ പുറത്തു വരണം. ഒരു കാരണവശാലും നമ്മുടെ അമ്പലങ്ങളിൽ നിന്ന് ചെയ്യാൻ കഴിയാത്ത, ചമ്പൽ കൊള്ളക്കാർ പോലും സ്വന്തം അമ്പലങ്ങളിൽ നിന്ന് മൂട്ടിക്കാത്ത രീതിയിലാണ് ദേവസ്വം ബോർഡുകാർ ചെയ്തത്. അതിന് ഭക്തർക്കോ കോടതിക്കോ ക്ഷമിക്കാൻ കഴിയില്ലെന്ന കാര്യത്തിൽ സംശയമില്ല. ശരി, ശ്രീ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, ഇവിടെ താക്കോൽ ഏൽപ്പിച്ചത്, ശബരിമലയുടെ താക്കോൽ ഏൽപ്പിച്ചത് കള്ളന്മാരെ ആയിപ്പോയല്ലോ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയത് ഈ ഇടതുപക്ഷ സർക്കാരാണ് എ പത്മകുമാറിനെ. പ്രയാർ ഗോപാലകൃഷ്ണന്റെ സ്ഥാനം 1 വർഷം വേണ്ടെന്ന് വെപ്പിച്ചിട്ടാണ് പ്രത്യേക ഓർഡിനൻസിലൂടെ പത്മകുമാറിനെ ആ പദവിയിൽ കൊണ്ടിരുത്തിയത്. കൃത്യം കള്ളനെ തന്നെ താക്കോൽ ഏൽപ്പിച്ച ഒരു ജാലവിദ്യയാണല്ലോ നടത്തിയത് ഇടതുപക്ഷ സർക്കാർ. തുടർന്നിരുത്തിയാളും അതേ പാത തന്നെ പിന്തുടർന്നു. വാസു, അഡ്വക്കേറ്റ് ബൽദേവ് കേൾക്കാമോ?
2017 നവംബറിലാണ് എ പത്മകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതലയേറ്റത്. അതിനു മുമ്പ് പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്. പ്രത്യേക ഓർഡിനൻസ് വഴിയാണ് അന്ന് സർക്കാർ 3 വർഷമുണ്ടായിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കാലാവധി 2 വർഷമാക്കി ചുരുക്കിയത്. അങ്ങനെ പ്രയാറിന് സ്ഥാനം ഒഴിയേണ്ടി വന്നു. ആ പദവിയിലായിരുന്നു അന്ന് എ പത്മകുമാർ ചുമതലയേറ്റത്. തുടർന്നുള്ള കാര്യങ്ങൾ അറിയാവുന്നതാണ്. സ്ത്രീ പ്രവേശന വിവാദമുണ്ടായ സമയത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പദവിയിൽ എ പത്മകുമാർ ഉണ്ടായിരുന്നു. കമ്മീഷണറുടെ പദവിയിൽ എൻ വാസുവും ഉണ്ടായിരുന്നു. ഈ രണ്ട് പേരുമാണ് ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയ്ക്ക് അറസ്റ്റിലായിരിക്കുന്നത്. അഡ്വക്കേറ്റ് ബൽദേവ്, കേൾക്കാമെങ്കിൽ കള്ളന്മാരെയാണല്ലോ ഇടത് സർക്കാർ ശബരിമലയുടെ താക്കോൽ ഏൽപ്പിച്ചത്. ശരി, താങ്കളിലേക്ക് വരാം. റേഞ്ചിന്റെ പ്രശ്നമുണ്ട്. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഇവിടെ നേരത്തെ ന്യായീകരണം ഉണ്ടായിരുന്നത് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് കൊണ്ടുപോയത് എന്നുള്ള ന്യായീകരണം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നൊക്കെ പറഞ്ഞ് ഒഴിയുന്നുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് ഇതിൽ പങ്കാളിത്തം. പോറ്റിയാണ് ഈ തട്ടിപ്പ് മുഴുവൻ നടത്തിയത്. പീഠം പോറ്റിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തില്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ന്യായീകരണം വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ന്യായീകരണത്തിനും ഒരു സാഹചര്യവും ഇപ്പോൾ ഇല്ലല്ലോ. ഇപ്പോൾ കടകംപള്ളിയൊക്കെ പറയുന്നത് പതിവ് പല്ലവിയാണ്, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, അതിൽ സർക്കാരിന് ഒരു പങ്കുമില്ല, ഈ ദേവസ്വം ബോർഡുകളിൽ സർക്കാരിന് ഒരു പങ്കാളിത്തവും ഇല്ല എന്നൊക്കെയുള്ള വികലമായ ന്യായങ്ങളാണ് ഇപ്പോൾ വിളമ്പുന്നത്. നോക്കൂ മഞ്ജുഷ്, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞെടുത്ത് നിന്ന് ഈ ഉപ്പുണ്ടാകുന്ന കടലാകെ വിഴുങ്ങിയിരിക്കുകയാണ് സർക്കാർ എന്നാണ് നമുക്കിപ്പോ മനസ്സിലാവുന്നത്. അപ്പൊ കടൽ വിഴുങ്ങിയവനെ എന്ത് ചെയ്യും? അവന്റെ ഉള്ളിൽ മുഴുവൻ ഉപ്പാണല്ലോ. ആ രീതിയിലാണ് ഇവർ അമ്പലം മുഴുവൻ വിഴുങ്ങിയ അമ്പലം വിഴുങ്ങികളാണ് ഈ സർക്കാർ എന്ന് വളരെ കൃത്യമായി നമുക്ക് വ്യക്തമായിരിക്കുകയാണ്. ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, വാസുവിൽ നിന്ന് വാസവനിലേക്കും ഈ പറയുന്ന പ്രശാന്തിലേക്കുള്ള ദൂരം, പത്മകുമാറിൽ നിന്ന് പ്രശാന്തിലേക്കുമുള്ള ദൂരം വിദൂരമല്ല എന്ന് വളരെ കൃത്യമായി ഞങ്ങൾ പറഞ്ഞിരുന്നു. ദേവസ്വം ബോർഡിന്റെ മന്ത്രി അറിയാതെ, ദേവസ്വം ബോർഡിന്റെ ആ കാലങ്ങളിലെ പ്രസിഡന്റുമാർ അറിയാതെ യാതൊരു തരത്തിലും ഇത്തരത്തിലൊരു വലിയ കടത്തിക്കൊണ്ടുപോകൽ, ഇത്തരത്തിൽ വലിയൊരു കൊള്ള, ഇത്തരത്തിൽ വലിയൊരു തീവട്ടിക്കൊള്ള അവിടെ നടക്കാൻ സാധിക്കുമായിരുന്നില്ല. ഒന്ന്, ഇപ്പോ എന്താണ് അവിടുത്തെ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന ശാന്തിക്കാരനെയും ഒക്കെ പഴി ചാർത്തിക്കൊണ്ട് രക്ഷപ്പെടാനാണ് ഇവർ ശ്രമിക്കുന്നത്. അതായത് ഈ ക്ലാഡിംഗ്, ഗോൾഡ് ക്ലാഡിംഗ് കൊണ്ടുപോയതിൽ ഇന്ന ആൾക്കാരുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു, ഓക്കെ, സമ്മതിക്കുന്നു. പക്ഷെ കൊണ്ടുപോയ ക്ലാഡിംഗ് തിരിച്ചു കൊണ്ടുവരാനുള്ള സമയപരിധി ഉണ്ടല്ലോ, ആ സമയപരിധി എന്തുകൊണ്ടാണ് സർക്കാർ മെയിൻറ്റെയിൻ ചെയ്യാഞ്ഞത്? മാത്രമല്ല, അത് തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഇതാ ഇത്രമാത്രം സ്വർണം മിച്ചമുണ്ട് എന്ന് വാസുവിന് ഈ പറയുന്ന പോറ്റി ഒരു ലെറ്റർ എഴുതുമ്പോൾ അത് അങ്ങനെയൊന്നും പറ്റില്ല, തിരിച്ചിവിടെ കൊണ്ടുപോവാ വാസു എന്ന് പറയേണ്ടതിന് പകരം ഞാനത് പരിഗണിക്കാൻ വേണ്ടി ഇതാ താഴേക്ക് അതിനെ ഡെലഗേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു കൗണ്ടർ നോട്ടാണ് വാസു എഴുതി വെക്കുന്നത്. അതായത് പോറ്റി മുതൽ വാസു വഴി പത്മകുമാർ വഴി ഈ പറയുന്ന ഏറ്റവും അവസാനത്തെ പ്രസിഡന്റ് പ്രശാന്ത് അടക്കം വാസവൻ അടക്കം അറിഞ്ഞുകൊണ്ടുള്ള ഒരു തട്ടിപ്പാണിത് എന്നതിൽ സംശയം വേണ്ട. ഇപ്പൊ നേരത്തെ എന്റെ സ്നേഹിതൻ ശ്രീ രാഹുൽ ഈശ്വർ അടക്കം പറഞ്ഞു ഏതാണ്ട് 2.5-3 കിലോ സ്വർണമാണ് എന്ന്. നോക്കൂ, അതിന്റെ വില ഏതാണോ? 3.5 കിലോ സ്വർണം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അറൗണ്ട് ഒരു 500 പവൻ സ്വർണം എന്ന് കൂട്ടു. 500 പവൻ സ്വർണത്തിന്റെ